How is that? Very good, very good. Tell me. How are you? സാർ എനിക്കൊരു ഡൗട്ട്. ഞാനിപ്പോ ഒരു 10 lakh ഇപ്പം ഞാൻ ഈ ഗോൾഡ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. Okay. ആക്സസ് മ്യൂച്വൽ ഫണ്ട് Okay. ഗോൾഡിന്. Okay. അതിൽ ഇനി അത് ടോപ്പ് ചെയ്യണോ? അതെ എന്താണ് സാറിന്റെ അഭിപ്രായം? എന്നാണ് അവ ചെയ്തത്? ഞാനിപ്പോ 1 വർഷമായി ചെയ്തിട്ട്. ഓക്കെ. അല്ല ഇപ്പൊ ഇതല്ലാണ്ട് വേറെ വല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാ? സ്റ്റോക്ക് ലെവലൊക്കെ ആയിട്ട് മൊത്തത്തിലുള്ള ഉണ്ട്. സ്റ്റോക്കിൽ ഉണ്ട്. അതെ സ്റ്റോക്കിലുണ്ട്. സ്റ്റോക്കിലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എത്രയുണ്ട്? സ്റ്റോക്കിലൊരു 4 ലക്ഷം രൂപയുണ്ട് സ്റ്റോക്ക്. ഓക്കെ. പിന്നെ മ്യൂച്വൽ ഫണ്ടിലോ? മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പൊ ഈ ഗോൾഡിൽ തന്നെ ഇപ്പം 10 ലക്ഷം രൂപ ഉണ്ട്. അല്ലാതെ 6-7 ലക്ഷം രൂപ അല്ലാതെ. ഓക്കെ. പിന്നെ NBS-ലുണ്ട്. NBS-ൽ ഞാൻ ചെയ്യുന്നുണ്ട്. അത് സൊസൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. അതും ഇപ്പോഴൊരു 20 ലക്ഷം രൂപ ആയത്. 50 ലക്ഷം രൂപ. ഓക്കെ. സാറിന് എത്ര വയസ്സായി? എനിക്കിപ്പം 54. 54 വയസ്സ്. ഓക്കെ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ 10 ലക്ഷം രൂപ ഓൾറെഡി 54. 54. ഓക്കെ. ഇനി എന്നാണ് അവർ റിട്ടയർമെന്റ് കമ്മണേ? ഹലോ എന്നാണ് അവർ റിട്ടയർമെന്റ് കമ്മണേ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഞാൻ ചോദിച്ചത് എന്നാണ് അവർ സാർ റിട്ടയർമെന്റ് കമ്മണത്? ഹലോ 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 എനിക്ക് കേൾക്കാം. ഹലോ 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 പറഞ്ഞോളൂ, എനിക്ക് കേൾക്കാം. ഹലോ സാറേ കേൾക്കാമോ? നമുക്ക് കേൾക്കുന്നുണ്ട്. ഇവിടെ ഹലോ ഹലോ ഇവിടെ നമ്മൾ വല്ല കുഴപ്പമുണ്ടോ? ഹലോ 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 അത് കട്ടായിപ്പോയി. കോള് വരുമായിരിക്കും നമുക്ക് എന്തായാലും. ഇപ്പൊ പല അലൊക്കേഷനാ വന്നേക്കുന്നത്. ഇനി ആള് കാണണം ഇവിടുത്തെ. അതെ ഒരു തന്നെ വിളിക്കുന്നത്. സാറേ സംസാരിച്ചോളൂ. സാർ അത് ക്ലിയർ ആയില്ലായിരുന്നു എനിക്ക് കേൾക്കാൻ അല്ല പറ്റുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാല് സാർ എന്നായിരിക്കും റിട്ടയർമെന്റ് കമ്മണേ? ഒരു 60 വയസ്സ്. 6 വർഷം കൂടി ഉണ്ട്. ഓക്കെ. തീരുമാനിച്ചിട്ടില്ല അത്. അല്ല ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടിയാണ്. ദുബായിൽ തന്നെ ഞാനൊരു 30 വർഷമായി ദുബായിൽ ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ. അതെ. ഇതില് എന്റെ ഒരു അഭിപ്രായത്തില് ഇതല്ല, ഇപ്പൊ സ്റ്റോക്കിലും ഇപ്പൊ ഇതിലുള്ള അനുസരിച്ച് NPS-ൽ 9 ലക്ഷം ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റിയിൽ ഒരു 6 ലക്ഷം ഉണ്ട്, പിന്നെ സ്റ്റോക്കിൽ 4 ലക്ഷം ഉണ്ട്, പിന്നെ ഗോൾഡിൽ 10 ലക്ഷം ഉണ്ട്. അതെ. അങ്ങനെയാണെങ്കിൽ ഇനി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട, ഇനി ഏതെങ്കിലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി സാർ. ഓക്കെ. കാരണം ഈ ഗോൾഡിൽ ഇപ്പൊ തന്നെ അലോക്കേഷൻ കൂടുതലാണ്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഈ 2 ദിവസത്തിന് മുമ്പ് ഞാൻ ഒരു 2 lakhs അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ. ഇനി തൽക്കാലം നമ്മളെപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ പോർട്ട്ഫോളിയോയിൽ ഒരു 20% വരെ ഗോൾഡ് മതി മാക്സിമം. അപ്പൊ ഈവൻ നമുക്ക് ഇനി സാറിന് കുറച്ചും കൂടി ഒരു മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളില്ല, അതിലേക്ക് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത്. ശരി. എനിക്ക് അവിടെ ഉണ്ട്, എനിക്ക് പെൻഷാഡിലുണ്ട്. ഓക്കെ. അക്കൗണ്ട്. അപ്പൊ ഞാൻ അവരോട് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കണ്ടിന്യൂ. അപ്പൊ അത് അവിടുത്തെ ഇക്വിറ്റി ഫണ്ടിൽ ഇടാൻ പറയും പൈസ കൂടുതൽ. ഓക്കെ. ആയിക്കോട്ടെ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഇപ്പൊ ഗോൾഡ് ഇപ്പോഴും ഗോൾഡ് ബുള്ളിഷ് ആണ്, പക്ഷെ കുറെ ഗോൾഡ് ആവശ്യമില്ല, അതാണ്. ഓക്കെ. ആയിക്കോട്ടെ. ശരി ആയിക്കോട്ടെ.